കെ.പി.സി.സി നേതൃത്വത്തിനെതിരെ കെ.എസ്.യു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ രൂക്ഷ വിമർശനം. സമരങ്ങളിൽ പങ്കെടുക്കുന്ന കെ.എസ്.യു പ്രവർത്തകരെ സംരക്ഷിക്കാൻ കെ.പി.സി.സിയോ ഡി.സി.സി നേതൃത്വവും തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. അടുത്ത അധ്യയന വർഷം കെ.എസ്.യു സംസ്ഥാന കമ്മിറ്റി നേരിട്ട് പ്രവർത്തകരുടെ കേസുകൾ നടത്തുമെന്ന് കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ഇടുക്കി രാമക്കൽമേട്ടിൽ നടന്ന കെ.എസ്.യു സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് കെ.പി.സി.സി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമുയർന്നത്. നിരവധി കേസുകളിൽപ്പെട്ട കെ.എസ്.യു പ്രവർത്തകരെ കേസ് നടത്തുന്നതിന് പാർട്ടി സഹായിക്കുന്നില്ല. ഇനി മുതൽ കേസുകൾ മുഴുവൻ കെ.എസ്.യു സംസ്ഥാന കമ്മിറ്റി നടത്തും. പാർട്ടി സഹായമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധമുയർത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഈ കമ്മിറ്റിയുടെ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് കെ.എസ്.യുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുഴുവൻ കേസുകളുടെയും ഉത്തരവാദിത്തം സംസ്ഥാന കെ.എസ്.യു കമ്മിറ്റി ഏറ്റെടുക്കും. അപ്പോൾ അതിന് മതിയായ രീതിയിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. അത് വരാത്ത പക്ഷം അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ എടുത്തുകൊണ്ട് കെ.എസ്.യു മുന്നോട്ട് പോകും. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും എക്സിക്യൂട്ടീവിലേക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. വരുന്ന 24, 25, 26 തീയതികളിൽ നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് മേഖലാ ക്യാമ്പ് സംഘടിപ്പിക്കും. ഇതിലേക്കും കോൺഗ്രസ് നേതാക്കന്മാരെ ക്ഷണിക്കില്ല. കെ.എസ്.യുവിന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന ക്യാമ്പ് മെയ് 24, 25, 26 തിരുവനന്തപുരം നെയ്യാർ ക്യാമ്പ് സൈറ്റിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പ് സൈറ്റിൽ വെച്ച് നടത്താൻ പോവുകയാണ്. മറ്റു പാർട്ടി തലങ്ങളിലുള്ള നേതാക്കളോ മറ്റാരും ഈ ക്യാമ്പിൽ പങ്കെടുക്കാത്ത രീതിയിൽ മുഴുവൻ പൂർണ്ണമായും കെ.എസ്.യു പ്രവർത്തകർ, കെ.എസ്.യുവിന്റെ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ പ്രസിഡന്റ്മാർ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ് ഇവിടെ രാമക്കൽമേട് 2 ദിവസമായിട്ട് നടത്തിവരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ.എസ്.യു നേതൃത്വം കെ.പി.സി.സിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ കെ.പി.സി.സി പരിശ്രമിക്കുന്നില്ല. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ വരുംകാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ കെ.പി.സി.സി തയ്യാറായില്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നും കെ.എസ്.യു പറയുന്നു. കെ.പി.സി.സി നേതൃത്വത്തിനെതിരെ കെ.എസ്.യു നിലപാട് ഘടിപ്പിക്കുന്നതും കെ.പി.സി.സിയിൽ നിന്ന് കെ.എസ്.യുവിന് ചുമതലക്കാരനില്ലാത്തതും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. റിപ്പോർട്ടർ, ഇടുക്കി.